ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ദൈവകാരുണ്യനാഥ, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മിക ജീവിതം ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ഒരു ആശയ ജീവിതമല്ല. ശരിക്കും ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ്. ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ മേഖലകളിലും, എല്ലാ വസ്തുതകളിലും, എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട്. എന്നുവെച്ചാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ്സ്. ഇപ്പം നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു, ഇല്ലേ? സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? അങ്ങയുടെ തിരുമനസ്സ് പറഞ്ഞേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ്സ് നിറവേറുന്നതാണ് ദൈവരാജ്യം. ഉറപ്പല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറവേറിയില്ലെന്ന് നോക്കിയാൽ മതി. നമ്മൾ വീട്ടിലെ നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം. എപ്പോഴും നമ്മൾ അതാണ് പറഞ്ഞത്, ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പോലെ സ്വഭാവമുള്ള ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും മനസ്സിലാക്കാൻ പറയും, മാതാവേ ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിൻ്റെ സ്വന്തം ബന്ധുവാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ചിലപ്പോൾ 10 വയസ്സോട്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നേരെ കടകവിരുദ്ധ, ഇവൻ്റെ സ്വഭാവമല്ല, ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല, നേരെ കടകവിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത്. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞെന്ന് പറയും. അപ്പം നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ, പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണം എന്ന് വിചാരിച്ചോ, അപ്പോൾ ദൈവരാജ്യമായി. പിടിയിട്ടില്ലേ? നിൻ്റെ മനസ്സല്ല ഇവിടെ നടക്കണത്. അയാൾ നിന്നെ മനസ്സിലാക്കണില്ല, നിന്നെ അംഗീകരിക്കണില്ല. അപ്പോൾ നീ പറയും നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിലൊക്കെ പറയും. അതൊക്കെ വലിയ ആനക്കാര്യമായിട്ട് നീ കെട്ടിയിടുന്ന വെച്ചുകൊണ്ട് മനസ്സ് നടക്കും. എന്ന് പറയും ദൈവമേ അവനൊക്കെ എത്ര പേരിൻ്റെ പുറകെ നടന്നാണ് അവസാനം ഈ കാലമാണെന്ന് കിട്ടിയെന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെത്തായിരുന്നു പറയണതാണ്. സ്വരത്തിൽ പറഞ്ഞാൽ ചില പണപ്പലുണ്ടാകത്തില്ല, അതിന് പറയത്തില്ല നമ്മൾ. കാര്യം ഫസ്റ്റ് പാർട്ടിനല്ലേ നമ്മൾ കിട്ടിയിരിക്കണത്. അവിടെ പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും കാര്യം മീൻസ് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. മനസ്സിലായി? നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച ആളെ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം? ഇത് നമ്മൾ അംഗീകരിക്കാത്തോളം, ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്തോളം കാലം ഇതിന് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും. ഞാൻ വളരെ ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ പതുക്കെയാണ് പറയണത്. അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോഴുള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അംഗീകരിക്കണില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ? കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്, കൃപയുടെ അലോട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് അംഗീകരിക്കണില്ല. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് പറഞ്ഞാൽ നന്നാകത്തില്ല. എന്താ? നിങ്ങൾ നന്നാകണമെന്ന് പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു ചെറുക്കനെ പോലെ ഇവനാകണമെന്നാണ് പറയണത്. അത് ദൈവം ആക്കി കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ നിങ്ങളുടെ മണ്ടത്തരങ്ങൾ ഭയങ്കര കഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ കെട്ടിയ ചെറുക്കനാകണം, കെട്ടിയ പെണ്ണാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയണത്, അതായത് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 20:22. മത്തായിയുടെ സുവിശേഷം 20-ാം വാക്യം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ദൈവരാജ്യമല്ല ചോദിക്കണത്, ദൈവരാജ്യം ആയിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിലൂടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്താണ് കാര്യം? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം
പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീതി, ദൈവരാജ്യം, ഭക്ഷണവും പാനീയവും. 14:17 എടുത്ത് 14:17 റോമ 14:17 ദൈവരാജ്യം എന്നാൽ, പറഞ്ഞ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത്? ഞാൻ ആശിച്ച ചെറുക്കൻ, ആശിച്ച വീട്, ആശിച്ച കാറ്, അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക്. നീ ആഗ്രഹിക്കണമല്ലെന്ന് മനസ്സിലായില്ലേ? അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര്. നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, അതാണ് എൻ്റെ അത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദിമസഭയോട് പറയണത് ദൈവരാജ്യം. 14:17 റോമ എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ദൈവരാജ്യം പുലരുമ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകും. ലോകരാജ്യത്തിന് ഇല്ലാത്തത്. ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ്. ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി, അല്ലെങ്കിൽ പെണ്ണിനെ കിട്ടി, ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി, ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി, അപ്പോൾ നിനക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം എന്ത് സന്തോഷമാണ്? ലോക സന്തോഷമാണ്. ലോക സന്തോഷത്തിനുള്ള കുഴപ്പം എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലത്. അത് നിന്നെ പഠിച്ചതിലും നിനക്ക് ജീവിക്കാനൊരു മാർഗ്ഗമായല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. എന്താ? നിങ്ങളുടെ സന്തോഷം പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ, കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയും, അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല. ജോലി തന്ന ദൈവത്തിൻ്റെ പാരയും പണിതുകൊണ്ട് വീട്ടിലിരിക്കുകയും. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഈശോ പറയത്തില്ലേ? മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭാര്യ, നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ പലരും ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് ഇല്ലാത്ത അമ്മയ്ക്ക്, വെറുതെ പയർ പോലെ നടക്കുന്ന അമ്മയ്ക്ക് തറവാദമാണെന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത്. അതൊന്നും ദൈവരാജ്യമല്ല, ലോകരാജ്യമല്ലേ? ജോലി ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഇപ്പോൾ നിങ്ങൾ യൂണിയൻകാർക്ക് 50,000 രൂപ കൊടുത്തിട്ട്, അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്. വെറുതെ പയർപൂരം നടക്കണം, അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം. കള്ളനുണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി, കള്ളനുണ പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കണ എങ്ങനെയാണ്? ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്ക പോകണില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകുമെന്നാണ്. അതാ മനുഷ്യരുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നു. ഇവിടെ 2:24 യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അത് ദൈവരാജ്യത്തിലാണോ ജീവിക്കണത്, ലോകരാജ്യത്തിലാണോ ചോദിക്കണത്? 25 മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അതാണ്. മനുഷ്യനെ കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളത്തരമാണെന്ന് നമുക്കറിയാം. മനുഷ്യരെ കുറിച്ച് എന്താ 2:25 എന്താ പറയുക? മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം, ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ കാര്യം കാണാൻ വേണ്ടി പിശാചന്റെ കാലം പിടിക്കും. അവൻ ദൈവത്തിന്റെ കാലം പിടിച്ചോണ്ടിരിക്കണായിരിക്കും, പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാചിൻ്റെ കാലം പിടിക്കും. അതാണ് മനുഷ്യരുള്ളത്. നിങ്ങൾ ചിന്തിക്കണേ, ഉടമ്പടിക്കാരൊന്ന് ചിന്തിക്കണം. ആടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം. ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് നോക്കിയേക്കണം. ദൈവത്തിൻ്റെ കാലിലാണോ പിശാചിൻ്റെ കാലിലാണെന്ന് നോക്കിയേക്കണം. കാര്യം പുള്ളിക്കാരനെല്ലാം സ്കാൻ ചെയ്തേ എടുക്കത്തുള്ളൂ. ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല. ജെയ്സൺ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഞാൻ ശ്രങ്കൻ വിസായ്ക്ക് ഞാൻ ഒത്തിരിയേറെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്തിരുന്നു 12 കൊല്ലം മുമ്പ്. ഇപ്പം എന്താ സങ്കടം? അത് മുഴുവൻ കള്ളത്തരമായിരുന്നു അയച്ചു കൊടുത്തതെല്ലാം. സംഘം വിസക്ക് അയച്ചു കൊടുത്ത് ചില ആൾക്കാർ എന്നാ ചെയ്യാന്ന് വെച്ചാൽ, അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പോൾ ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല, അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും.
എന്നിട്ട് ഒരുത്തൻ ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നമില്ലല്ല. ഡൈവേഴ്സ് നിയമപരമായിട്ട് ഡൈവേഴ്സ്ഡാണ്. സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്, അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ്. കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറിലല്ലേ ഉള്ളൂ, അവരൊരുമിച്ചാണ് ജീവിക്കണത്. പോലീസിന് പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ? പക്ഷേ പോലീസിനെ പറ്റിക്കുക, പക്ഷേ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിംഗ് തന്നിട്ട് എന്താ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നം. ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഞങ്ങളെ, അത് ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഒരു ഡോക്ടർ വെളുപ്പിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ കുഞ്ഞിന്, എൻ്റെ പേരക്കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവൻ സംസാരിക്കണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അവർക്കത്ര പ്രായമൊന്നുമില്ല, നല്ല പയറുപോലെ നടക്കുന്ന മനുഷ്യരാണ്, ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥന ഉണ്ടാന്ന് ചോദിച്ചു. എന്താണ് ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ല ഉണ്ടാകുന്നു? പുതിയതായാലും പഴയതായാലും നിത്യനൂതനമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല. കാര്യം എന്താണ്? ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ല, ഇതിൻ്റെ അകത്തൊരു മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അന്വേഷിക്കണത് എന്താണ്? ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ്? അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിടികിട്ടിയാ? അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ കൂടെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും. പക്ഷേ ചെയ്യുന്ന ആളും ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ദൈവരാജ്യത്തിലായിരിക്കണം. അതാണ് വിഷയം. ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിലായിരിക്കണം. ഇപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അനുപേക്ഷിതമായിട്ട് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും. എന്താ കാര്യം? ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണ് പരിശുദ്ധാത്മാ സന്തോഷം. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സന്തോഷിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷം എന്ന് പറയുന്നത്. വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും. പരിശുദ്ധാത്മാവിന് സന്തോഷം. എലിസബത്തിനെ കണ്ടപ്പോൾ, മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമ്പോൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദം. ടേക്ക് 2 ബെഡ്സ്. താങ്ക് യു. ലൂക്കാ 1:44. ഇതാ നിന്റെ അഭിവാദന സ്വരം, മറിയത്തിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ തന്നെ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്താ കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ്. ഒരു ഉടമ്പടിയെ കണ്ടപ്പോൾ, ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മ സന്തോഷിച്ചത്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ആരാൻ? കക്ഷി, നമ്മളാണ്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ ആര് കണ്ടു? എലിസബത്ത് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതാണ് വിഷയം. ആരെയാണ് എലിസബത്ത് കണ്ടത്? മറിയത്തെ. മറിയം എന്താണ്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതായത് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ. 2 തരം. നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ
മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ, ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്നു, അപ്പോൾ പറയാം എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ഇല്ല. പ്രൈവറ്റ് ആശുപത്രിയൊക്കെ ആൾക്കാർ കയറ്റണം ഭയങ്കര പാടാണ്. ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി ഇല്ല. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി ഒരു ആശുപത്രി കണ്ടിട്ട് ഇവർ കണ്ടിട്ടും തീരണില്ല രോഗികളെ. എന്താണ് കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് ആദ്യം കാണുന്ന ആൾക്കാരാണ്. ആദ്യം കാണുകയും കയ്യിലുള്ള സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വല്ലാത്ത പരിശുദ്ധാത്മാവ് നിറയണമാണ്. എന്താ കാര്യം? അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണേ. അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ്. എന്താണ്? അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ടിട്ട് സന്തോഷിക്കണം. എൻ്റെ പേര് സീന, ഞാൻ കൊല്ലത്തുനിന്ന് വരികയാണ്. ഞാൻ 99 വിശ്വാസത്തിൽ, ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്ന് വന്നേ. ഞാൻ 99 വിശ്വാസത്തിൽ വന്നതാണ്. ഞാൻ ഞാൻ നേരത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഈശോയുടെ അടുത്തുള്ള പ്രാർത്ഥനയാണ്. എനിക്ക് മാതാവിൻ്റെ അടുത്ത് അത്ര ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ജോമാല ചെല്ലാനൊക്കെ വലിയ മടിയായിരുന്നു. പക്ഷേ ഞാൻ മുടങ്ങാതെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകും. പക്ഷേ എനിക്ക് മാതാവിനോട് അവിടെ പ്രാർത്ഥിക്കും, പ്രത്യേക ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ 2019 ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. എൻ്റെ പേര് ഷിജി വർഗീസ്. ഞാൻ വരുന്നത് മലയാറ്റൂർ നിന്നാണ്. ഞാൻ 2019 മെയ് 17 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞങ്ങളുടെ കുടുംബം ഒത്തിരി തകർച്ചയിലായിരുന്നു. കാരണം സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും, പിന്നെ എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ ഉപരിപഠനത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ചേച്ചിയുടെ വരാനും, ആ ചേച്ചി ലൂസി എന്നാണ് ആ ചേച്ചിയുടെ പേര്, ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവരാനും, എനിക്ക് ഉടമ്പടീനെ കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് തന്നെ നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ 2019 തുടങ്ങി എൻ്റെ ഉടമ്പടി. ഞാൻ അമ്മയോട് ചേർന്ന് തന്നെ നിന്നുകൊണ്ട് ആ ഉടമ്പടി നേരെ എല്ലാ 3 മാസം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 2021 ആയപ്പോഴേക്കും കൊറോണ ആയതുകൊണ്ട് അടച്ച് എൻ്റെ മോൻ ഗൂഗിൾ മീറ്റിൽ കയറി. 2021 നവംബർ 21 ഗൂഗിൾ മീറ്റിൽ കയറി എൻ്റെ മോൻ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ കോട്ടയം ബ്രില്യൻറ്റിൽ നീറ്റ് ചെയ്യാൻ ഒരുങ്ങി 10 മാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അത് ചെയ്യണ്ട, നീ IELTS പഠിച്ച് പുറത്തേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാനാണ് താല്പര്യം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനെന്താ അച്ഛൻ അത് കിട്ടണ വരെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ആ പ്രാർത്ഥനയിൽ അമ്മയുടെ ലൈറ്റ് ആൻഡ് ക്യാൻഡിലിട്ടു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അവൻ ഞങ്ങളുടെ കുടുംബം തന്നെ പ്രാർത്ഥനയിൽ നിരന്തരമായി നിന്നുകൊണ്ടുള്ള ഫലമായി അവന് ഒക്ടോബർ 27 PT എഴുതി. ഓവറോൾ 7.5 ഇൻഡിവിജ്വൽ 7 ആയിട്ട് അവൻ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകാൻ ഇടവരികയും അവൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും പിടിപിടിയും നടക്കുകയും ഡിസംബർ 15 ഓസ്ട്രേലിയൻ ബോർഡർ തുറക്കുകയും അതിനുശേഷം ജനുവരി 6 അവൻ്റെ വിസ വരികയും ജനുവരി 12 അവൻ ഓസ്ട്രേലിയയിലെത്തി. എൻ്റെ മോനത് പോണേൽ മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷമുള്ള സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മോൻ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 1 വർഷം 6 മാസം കഴിഞ്ഞ് കയറേണ്ട അങ്ങനെയുള്ള സാഹചര്യമാണ്. പക്ഷേ നമ്മളവിടെ ചെന്നു, നമുക്ക് ആരും നമ്മുടെ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ മോൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് എത്രയും വേഗം ഒരു പാർട്ട് ടൈം ജോലി ആവശ്യമാണ്. അങ്ങനെ അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ആളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ആ മോൻ പറഞ്ഞൊരു വാക്കാണ്, അമ്മ എന്തിനാ വിഷമിക്കണേ, ഞങ്ങൾ അവന് അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാർച്ച് 9 വന്ന് ഇവിടെ നിയോഗം വെച്ചു. മാർച്ച് 14 എൻ്റെ മോന് നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ പിന്നെ എൻ്റെ മോന് ജോലിക്ക് പോകാൻ തടസ്സം എന്ന് പറഞ്ഞാൽ ബസ് കയറി 1 മണിക്കൂർ വേണം നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്താൻ. പക്ഷേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പോവാം. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവർ വണ്ടി കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ വണ്ടി എടുക്കണ്ട, അവന് ആ മാതാവ് കൊടുക്കണ വണ്ടി അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവനിപ്പോൾ വണ്ടി എടുക്കണ്ട, അച്ഛൻ പറഞ്ഞിട്ട്. അപ്പോൾ അവന് മമ്മി ഞാൻ നടന്നു വരുന്ന കണ്ടില്ലേ, അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മോൻ പറയുമ്പോൾ ഞാൻ എന്നിരുന്ന് കരയും. മാതാവ് എൻ്റെ മോന് എന്തോ ഒരു കഷ്ടപ്പെടും. പക്ഷേ അവിടെയുള്ള ഒത്തിരി മലയാളികൾ, നമ്മളിവിടെ നിന്നും വിചാരിക്കാത്ത മക്കൾ പോലും എൻ്റെ മോനെ വന്ന് എല്ലാ ദിവസവും അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലിക്ക് കൊണ്ടുപോവുകയും അവരോടൊന്നും തീരാത്ത നന്ദി എനിക്ക് മാതാവിനോട് പറയാനുണ്ട്. കാരണം മാതാവ് അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ കാരണം ഓസ്ട്രേലിയയിലുള്ള ഒരു സാറിൻ്റെ അമ്മയാണ് ആ ഏജൻസി വഴി ഞങ്ങൾ പോയത്. ആ അമ്മയുടെ കൂടെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിൽ എത്താനും ആ സാറിൻ്റെ വിവേക് എന്ന് പറഞ്ഞ സാറാണ്. ആ സാർ ഒത്തിരി നമുക്ക് സപ്പോർട്ടും എൻ്റെ മോനെ എന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കണമെങ്കിൽ മാതാവ് ഞങ്ങൾക്ക് വഴിയാക്കി കാണിച്ചു തന്ന ഒരു സാറാണത്. അങ്ങനെ ഈ വണ്ടിയുടെ ഞാൻ നിയോഗം വെച്ചായിരുന്നു. ഇങ്ങനെ വെച്ച് സെപ്റ്റംബർ 8 മാതാവ് എൻ്റെ മോന്
സെപ്റ്റംബർ 8-ാം തീയതി അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടായിരുന്നു. മാതാവേ, സെപ്റ്റംബർ 8-ാം തീയതി എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ മോനൊരു വണ്ടി കൊടുക്കണം, അത് എനിക്ക് 2 അടയാളം വേണം, എന്നാലേ ആ വണ്ടി ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഗ്രേ കളറ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. ആ ആ നമ്പർ പ്ലേറ്റുമേ 8 എന്നുള്ളൊരു അക്കം കൂടിയും ഉണ്ടാവണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പം ആഗസ്റ്റ് ലാസ്റ്റായി, വണ്ടികളൊന്നും കിട്ടണില്ല, എല്ലാത്തിനും ഭയങ്കര വില. പിന്നെ ഇവന് വന്ന വണ്ടികളെല്ലാം ബ്ലൂ കളർ വണ്ടിയാണ്. അങ്ങനെ ഇരിക്കില്ലേ, പെട്ടെന്നാണ് അവന് ആഗസ്റ്റ് 31-ാം തീയതി ഒരു ഗ്രേ കളറുള്ള വണ്ടിയും നമ്പർ പ്ലേറ്റിൽ 8 എന്നുള്ളൊരു അക്കം കൂടിയുള്ളൊരു വണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, മമ്മി ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ ആ വണ്ടി എടുത്തോ, കാരണം മാതാവ് നിനക്ക് തന്ന ഗിഫ്റ്റാണത്. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ മോനെ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവനത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അവനത് ആ ഒരു വിശ്വാസം എൻ്റെ മോനിൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും സാധിച്ചു. അതേപോലെ തന്നെ എനിക്ക് ഈ ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ വീട്ടിൽ പറയില്ല, എനിക്ക് പേടിയാണ്. ടെസ്റ്റുകൾ ചെയ്യാൻ പോയാൽ എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ഒത്തിരി പച്ചമരുന്നുകളോ അല്ലെങ്കിൽ വലിയ വിക്സൊക്കെ തേച്ചാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് കുരിശിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് അസുഖം വന്നാലും എനിക്ക് താങ്ങാനുള്ളൊരു ശേഷി തന്നാൽ മതി, എനിക്ക് പേടിയാന്ന് പറയാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അസുഖത്തിനെ കുറിച്ചുള്ളത് അച്ഛൻ്റെ മരിയൻ ധ്യാനത്തിലൂടെ അച്ഛനൊരു വെളിപാട് കൊടുക്കണമെന്ന് പറയാണ്. അങ്ങനെ മാർച്ച് മാസത്തിൽ അച്ഛൻ്റെ ഒരു ധ്യാനം നടന്നിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കണ 6 പേരെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കുരിശിട്ട് പ്രാർത്ഥിക്കണ 6 മക്കളെ കാണിക്കുന്നുണ്ട്, അവരിവിടെ കയറി സാക്ഷ്യം പറയണമെന്ന് പറയാണ്. ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അതേപോലെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിൽ വെച്ച് അവൻ നേഴ്സിംഗാണ് എടുത്തേക്കണേ. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ അവൻ ഗ്ലൗസ് ഇട്ട് ഇപ്പോൾ അവന് പെട്ടെന്ന് ഒരു അലർജി പോലെ പോന്നു. പക്ഷെ നമുക്ക് സഹിക്കില്ല, ആ കൈ അങ്ങനെ ഒരു വിഗൂര രൂപമായിട്ട് വന്ന സമയത്ത് ഇവൻ ഇവിടെ മരിയൻ ധ്യാനം നടക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, മമ്മി എൻ്റെ കൈ കണ്ടുവെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ താഴെയുള്ള മോനും കൂടി ഇരുന്ന് ഇത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അവനും അവിടെ ഇരുന്ന് ഈ മരിയൻ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ മാതാവിൻ്റെ തൈലെടുത്ത് വിശ്വാസത്തോടെ ചെയ്യാൻ പറയാണ്. അങ്ങനെ അവൻ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കൈയുടെ പാട് പയ്യനൊന്ന് കുറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കഴിയണതിൻ്റെ ആ ലാസ്റ്റ് നിമിഷമായപ്പോൾ എൻ്റെ മോനൊരു പടം ഇടാണ്, പൂർണ്ണമായിട്ടും ആ കൈ അവൻ്റെ ആദ്യം എങ്ങനെ ഇരുന്നോ ആ കൈയായിട്ട് അവന് തിരിച്ചു വന്നൊരു ഭാഗം. അത് ഞങ്ങളുടെ കുടുംബത്തിന് ഓരോ അടയാളങ്ങളിൽ നിന്ന് മാതാവ് വിശദീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ നടയിൽ വന്നപ്പോൾ അമ്മോട് ഞാൻ പറയായിരുന്നു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം കാണിച്ചു തരുമോന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ പ്രത്യക്ഷീകരണ തിരികൾ 3 മാസം ഞാൻ പുതുക്കുമ്പോഴും ആ തിരികൾ എല്ലാം ഗ്രേ കളറിൽ ആയി വന്നുകൊണ്ട് ഇതിപ്പോൾ എന്നെ വീട്ടിൽ കളിയാക്കും, നമ്മുടെ വീടിൻ്റെ ചൂടും കൊണ്ടാണ് അങ്ങനെ ആവണേന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തികളുടെയും ആ നീലത്തിരി ഗ്രേ കളർ ആവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, എൻ്റെ കുടുംബത്തിലൂടെ അനേകം മക്കൾക്ക് ഇതൊരു വലിയൊരു സാക്ഷിയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഇതിലേക്കൂടെ തന്നെ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക്, നിങ്ങളെങ്ങനെ എത്ര മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ അനുഗ്രഹം എന്താണ്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ കുടുംബം വഴി സാധിച്ചു. അത് ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും പ്രത്യേകമായി ജോസഫച്ചന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ജോസഫച്ചൻ്റെ ആ ഉടുപ്പിലൊന്ന് തൊടാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. 12 വർഷമായ ആ രക്തസ്രാവകാരി ഈശോയുടെ രൂപത്തിൽ ഇതിൽ തൊട്ട പോലെ അത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഇനിയും ഈ അൾത്താരയിൽ ഓരോ അടയാളങ്ങളായി പറയാൻ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നെയെന്ന് മാതാവിനോട് തിരുക്കുമാനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ ലൂയിസ്. ഞാൻ തൃശ്ശൂർ ലത്തിൻ പള്ളി ഇടവകങ്കാണ്. ഞാൻ ആഗസ്റ്റ് മാസം ആണ് ഞാൻ ഇവിടെ, ആഗസ്റ്റ് അവസാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഉടമ്പടി എടുക്കാൻ. ഞാൻ PSC എനിക്ക് അഡ്വൈസ് ലഭിച്ചു, പക്ഷേ അപ്പോയിൻമെൻറ്റ് ലഭിച്ചില്ല. അതിനെ തുടർന്ന് ഞാൻ കുറേ കേസിനൊക്കെ പോയി. പക്ഷേ അവസാനം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ കേസായിട്ട് തന്നെ ഒരു 1.5 ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയും അതിനുശേഷം ഒരു തീർപ്പാവാതെ അനുകൂലമായി വിധിയൊക്കെ കിട്ടി. പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടണില്ല, ഇനി നീണ്ടു പോവാണ്. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറയാൻ സാധിച്ചത് VHSCയിൽ NSQF എന്ന് പറഞ്ഞൊരു കോഴ്സ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വേക്കൻസികളിലേക്ക് വിഷയങ്ങളിലേക്കെല്ലാം, അതായത് LTA എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ്, ഇൻസ്ട്രക്ടർ ടീച്ചർ, അതിൽ ഈ തസ്തികകളിലേക്കൊന്നും അപ്പോയിൻമെൻറ്റ് നടത്തരുതെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, താൽക്കാലികമായിട്ട് നിയമന നിരോധനം. ഈ NSQF വന്നപ്പോൾ ഈ തസ്തിക വേണ്ടാന്ന് നയിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ പറമ്പിൽ
പറമ്പ് വിറ്റിട്ട് പണിക്കാരെ വേണ്ടാന്നുള്ള പോലെയാണ്. അപ്പോൾ അതിന് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോണു എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ നിയമനമൊക്കെ നിർത്തിവെച്ചിരുന്നത്. അപ്പം അതുമൂലം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ ഒരു സുപ്രീം കോടതിയിലത്തെ ഞങ്ങൾ കേസിന് അവിടെ കേവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വക്കീൽ എൻ്റെ മെസ്സേജ് കണ്ടു, അവിടെ കേസ് അവരുടെ രജിസ്റ്റർ ആയിട്ടുണ്ട്, അപ്പോൾ സുപ്രീം കോടതിയിൽ പെട്ടെന്ന് കേസാവും. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ 2-3 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ അവിടെ കേസ് ആദ്യത്തെ വാദം വന്നു, രണ്ടാമത്തെ വാദം വന്നു. അത് കഴിഞ്ഞ് ഏകദേശം പെട്ടെന്ന് തന്നെ തീരുമാനമാവും എന്നുള്ള പോലെയാണ് നിന്നിരുന്നത്. അതിൻ്റെ ഇടയിലൊരു കുറച്ച് നാൾ കൊറോണയുടെ ഇത് വന്നപ്പോൾ നീണ്ടുപോയി കേസ്. അപ്പോൾ ഞാനിതിൽ രണ്ടാമത്തെ ഉടമ്പടിയായിട്ട് ഇതൊക്കെ കൊടുത്തിരുന്നത് ദൈവികമായിട്ട് കുറച്ചും കൂടി എടുക്കണം, എൻ്റെ ജീവിതം കുറച്ചും കൂടി അങ്ങനെ ചിട്ടപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് എനിക്ക് ധ്യാനത്തിലൊക്കെ പോകാനൊക്കെ പറ്റി, അനക്കരിയും അങ്ങനെ ധ്യാനം കൂടാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റി. അങ്ങനെ യാതൊരു വക ബുദ്ധിമുട്ടുകളും കൂടാതെ അങ്ങനെ അവിടെയും കുറേ അനുഭവങ്ങളുണ്ടായി. ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. പക്ഷേ അവസാനം ഒരു 21 ആഗസ്റ്റൊക്കെ ആവാറായപ്പോഴേക്കും എൻ്റെ ഒരു ചങ്ങാതി എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ തന്നു. അവിടെ സിസ്റ്റം അഡ്മിനായിട്ട് ആഫ്രിക്കയിലൊരു ഒഴിവുണ്ട്, ഉഗാണ്ടയിൽ. അപ്പോൾ അവിടെ ആളുടെ ഒരു ഫ്രണ്ടിന് ഇങ്ങോട്ട് പോരണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നാലാണ് പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആവാമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാം എന്നൊക്കെ പറഞ്ഞു, വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി. അപ്പോൾ യെല്ലോ ഫീവറിന് ഇഞ്ചക്ഷൻ എടുക്കാനും അതിനൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് പോകാൻ വേണ്ടി അവസാനം ഇതിനൊക്കെ നിൽക്കുന്ന സമയത്താണ് അന്ന് ആഗസ്റ്റ് ഒരു 7-ാം തീയതി വക്കീൽ വിളിച്ച് പറയാണ്, നിങ്ങളുടെ കേസ് 9-ാം തീയതി എടുക്കുന്നുണ്ട്, ആ പേപ്പറുകളൊക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ഉറപ്പായി. ഞാൻ തമ്പുരാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്കാണെങ്കിൽ 3 മക്കളും അപ്പനും അമ്മയും, ഞാൻ അപ്പനമ്മയ്ക്ക് ഒരൊറ്റ മോനാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് മാറിക്കാനൊന്നും ഇഷ്ടമില്ല. അതായത് വീടിനോട് ചേർന്ന് നിൽക്കാൻ തന്നെയാണ് താല്പര്യം. കുട്ടികളൊക്കെ ചെറുതാണ്. അപ്പോൾ എന്നാൽ പിന്നെ അവസ്ഥ അനുസരിച്ച് പോവാതെ നിവൃത്തിയൂല. അപ്പോൾ എന്തായാലും ശരിയാവാം, വൈഫിനോട് ഞാൻ പറഞ്ഞു 9-ാം തീയതി എന്തായാലും തീരുമാനമാവും എന്നൊക്കെ പറഞ്ഞു. അതാവും ഞാൻ അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത്. ഇവിടെ അന്ന് കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഇത് പ്രാർത്ഥനകളൊക്കെ ചെല്ലാറൊക്കെ ഉണ്ട്. മാതാവിനോട് നല്ല ഭക്തിയും കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, വക്കീൽ പറഞ്ഞു, ഇന്ന് ഗവൺമെൻറ് പ്ലീഡർ ഹാജരാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് മാറ്റാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോഴും പക്ഷേ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അന്ന് കേസ് എടുക്കും, ഇല്ലെങ്കിൽ എന്തായാലും ഒരാഴ്ചയുടെ ഉള്ളിൽ ഞാൻ പോവും, പിന്നെ എന്തായാലും ഈ ജോലിയൊന്നും കിട്ടില്ല. പിന്നെ ആഫ്രിക്കയിൽ പോയി പിന്നെ തിരിച്ചങ്ങനെ ഈ ജോലിക്ക് പിന്നാലെ നിൽക്കാൻ പിന്നെ പറ്റിയെന്ന് വരില്ല, അങ്ങോട്ട് തിരിച്ച് പോരാനോ ഒന്നും നടക്കില്ല. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ സാധാരണ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്ലീഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കേസ് മാറ്റിവെക്കും. അതങ്ങനെ അങ്ങനെ നീണ്ടുപോവാ ചെയ്യുക. അങ്ങനെ 15 കൊല്ലമൊക്കെ നീണ്ടുപോയ കേസുകൾ, അങ്ങനെയാണ് ഒരുവിധം കേസുകളൊക്കെ നീണ്ടുപോവാറ്. അപ്പോൾ അങ്ങനെ ആവും എന്നുള്ള രീതിയിലായിരുന്നിരുന്നത്. ഗുജറാത്തിൽ നിന്നുള്ള 3 അംഗ ബെഞ്ചിലാണ് ഈ കേസ് വന്നത്. അന്ന് തമ്പുരാൻ മാതാവ് ജഡ്ജിൻ്റെ രൂപത്തിൽ അന്ന് എന്താ പറയുക, ഒരു വലിയൊരു അനുഗ്രഹമാണ് അന്ന് തന്നത്. ഹൈക്കോടതി വിധി എങ്ങനെയാണോ അത് 1 മാസത്തിനുള്ള അപ്പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു വന്നു. ഗവൺമെൻറ്റിന് അപ്പീൽ പോലും പോകാൻ പറ്റില്ല. 5 അംഗ ബെഞ്ചിലാണ് പിന്നെ പോകാൻ പറ്റുക. അത് നടപ്പാവുന്ന കാര്യമല്ല, വളരെ റയറായ കാര്യങ്ങളിൽ മാത്രമാണ് ഇത് 5 അംഗ ബെഞ്ചൊക്കെ വരുള്ളൂ. അങ്ങനെ അപ്പോയിൻമെൻറ്റ് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോയിൻമെൻറ്റും കിട്ടി. ജോലിയിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് ഒക്ടോബർ മാസം 5-ാം തീയതി കൈപ്പറ്റാൻ പറ്റി. അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ അന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ തന്നെ മാതാവ് എനിക്ക് തന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് കൊടുത്തിരുന്ന 5 കാര്യവും നടന്നു. അളിയനൊരു കുഞ്ഞിനെ കിട്ടാനും ബാക്കി വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാനും എല്ലാ വക കൃപയും എല്ലാം അങ്ങനെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ പേര് ലിൻസി, ഞാൻ അർത്തുങ്കലിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തത് 22/5/2022 എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ അപ്പച്ചനാണ്. ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റൊമക്കിൻ്റെ സൈഡിലായിട്ട് വേദനയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അത് അപ്പച്ചനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് അപ്പച്ചനതൊരു ബുദ്ധിമുട്ടാകും, വിഷമമാകുമെന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് 22-ാം തീയതി ആണെങ്കിൽ ഞാൻ 23-ാം തീയതി അപ്പച്ചനോട് എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടി. അപ്പച്ചൻ എനിക്ക് എപ്പോഴും ആക്ച്വലി എനിക്കൊരു 6 വർഷമായിട്ട് കണ്ടിന്യൂസ് വേദനയുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. ഞാൻ പല പ്രാവശ്യം ഡോക്ടറെ കാണിക്കുകയും ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിൽ. അൾട്രാസൗണ്ടും അങ്ങനെ പല ടെസ്റ്റുകളും മറ്റുള്ളവരോട് പറയാതെ തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് പോയി കാണിച്ച് ഡോക്ടറോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ചെല്ലുന്നതുകൊണ്ട് സാറിനോട് പറഞ്ഞു ഇത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടി വരും, വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന്. അതുകൂടി കേട്ടപ്പോൾ ഇവൻ നേഴ്സാണെങ്കിലും എനിക്ക് ഒത്തിരി പേടിയായിപ്പോയി, എന്തെങ്കിലും മാരകമായ അസുഖമാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എൻഡോസ്കോപ്പിക്ക് വേണ്ടി പോയില്ല.
പിന്നെ അങ്ങനെയാണ് ഞാൻ അപ്പച്ചനോട് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ 5:30 എഴുന്നേറ്റ് യൂട്യൂബിലൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ചൊല്ലാനായിട്ട് നിൽക്കുന്നത് വരെ എനിക്ക് വേദനയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വേദനയുടെ കാര്യമേ തന്നെ മറന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് വേദന ഇല്ലാണ്ടായല്ലോ, ഇപ്പോൾ എനിക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അത് ഞാൻ അപ്പച്ചനോട് വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുവെന്ന്. കൂടാതെ തന്നെ ഞാൻ 16 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒത്തിരി പേഴ്സണൽ പ്രോബ്ലംസൊക്കെ കൊണ്ട് എനിക്ക് ഡൽഹിയിൽ തന്നെ തുടരുവാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോൾ നാട്ടിലോട്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് എനിക്ക് 3 കുട്ടികളും ഉണ്ട്. സാമ്പത്തികമായിട്ട് അത്ര സെറ്റിലൊന്നും ആയിട്ടില്ല. നാട്ടിലോട്ട് പോരുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു ചിന്ത വന്നത്, OET IELTS എഴുതി പാസ്സായി പുറത്തോട്ട് പോയാൽ രക്ഷയുള്ളൂ, കുട്ടികളെയൊക്കെ ആയിട്ട് പോകാമെന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയാണ് ഞാൻ അപ്പച്ചനോട് ശരിക്കും ഉടമ്പടി എടുക്കാനായിട്ട് പറയുന്നത്. എങ്ങനെയാണ്, ഞാൻ 28-ാം തീയതി മെയ് 28-ാം തീയതി എക്സാമിന് ഓൾറെഡി ഡേറ്റ് എടുത്തിരുന്നു. 25-ാം തീയതിയാണ് അപ്പച്ചനോട് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പ് എക്സാം എഴുതി ക്ലിയർ ആയിട്ടില്ലായിരുന്നു. എപ്പോഴും എനിക്ക് സ്പീക്കിങ്ങിന് 10 മാർക്കിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനായിട്ട് നാണക്കേടായതുകൊണ്ട് അപ്പച്ചനോട് പോലും ഞാൻ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞിരുന്നില്ല. അതെനിക്ക് തന്നെ ഒരു മാനസികമായ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും പൈസ മുടക്കി എഴുതുന്നു, കിട്ടുന്നില്ല, അങ്ങനെ വിചാരിച്ചിരുന്നുകൊണ്ടാണ് പറയുക. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പച്ചൻ എനിക്കൊരു കാശുരൂപം തന്നിരുന്നു. അന്നത് ഞാൻ ശ്രദ്ധയില്ലാതെ വെച്ചിരുന്നു. പിന്നെ എക്സാമിൻ്റെ ആ ദിവസങ്ങളെടുത്തപ്പോൾ ഞാൻ ആ കാശുരൂപം എടുത്ത് എൻ്റെ കൊന്തയിലിട്ട് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അന്നൊരു സാക്ഷ്യം കേട്ടു. ഒരു അമ്മച്ചിയുടെ മോന് വേണ്ടി എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിക്കാൻ എൻ്റെ മോനെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ എക്സാം എഴുതാൻ മോൻ പോയപ്പോൾ എക്സാം പാസ്സായെന്നൊരു സാക്ഷ്യം കേട്ടു. അപ്പോൾ എനിക്കും തോന്നി ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ അന്നു മുതൽ ഞാനും ആ സമയത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. പഠിക്കുന്ന സമയത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എക്സാം ഉടമ്പടി എടുത്ത് 22-ാം തീയതി 25-ാം തീയതി ആണെങ്കിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാമാണ്. എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും എഴുതുകയും ലിസണിങ്ങിൻ്റെ സമയത്തൊക്കെ എല്ലാം എനിക്ക് ഒരു വല്ലാത്ത ധൈര്യം കിട്ടിയിരുന്നു. ഉടമ്പടി എടുത്ത നിമിഷം മുതൽ അപ്പച്ചൻ എന്നോട് വിളിച്ച് പറഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു ധൈര്യം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് പേന പിടിച്ചെങ്കിലും മറ്റേ കൈ ഫുൾ ടൈം എൻ്റെ മാതാവിൻ്റെ കാശുരൂപത്തിൽ തന്നെയായിരുന്നു. എപ്പോഴും കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ അനുവദിക്കണമേ. എനിക്ക് അത് അവസാനത്തെ എക്സാമായിട്ട് ഞാൻ എഴുതുമായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യത്തില്ല എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി ചെയ്യായിരുന്നു. വെച്ചാൽ ഒത്തിരി പൈസ മുടക്കി പഠിക്കാനായിട്ടും പിന്നെ എനിക്ക് കുട്ടികളുണ്ട്, അതിനിടയ്ക്ക് സമയം കണ്ടെത്തി എനിക്ക് പഠിക്കണം, അതൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ അവസാന ശ്രമം എന്ന രീതിയിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. ഞാൻ 3 മൊഡ്യൂളിനും B കിട്ടി, റൈറ്റിങ്ങിന് C+ കിട്ടി, ഞാൻ പാസ്സായി. എനിക്ക് UK പോകാനുള്ളതൊക്കെ എൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ 17-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒക്ടോബർ 20-ാം തീയതിയോടെ ഞാൻ UK പോകാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ ഡൽഹിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ എൻ്റെ മോന് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, എക്സിമ എന്ന്. അതിനുവേണ്ടി ഞാൻ തനിയെ തന്നെ ഈ സാക്ഷ്യങ്ങൾ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവൻ്റെ ഇടത് ചെവിയുടെ പുറകിലൊരു വ്രണം പോലെ ആയി മാറിയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനോട് കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒരു 4.5 years ആയിട്ടുണ്ട് അവന് ചെറുതായിട്ട്, അത് കടുത്ത് വരുന്നതല്ലാതെ കുറയുന്നില്ല. ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നൊക്കെ മാറി ട്രൈ ചെയ്തിരുന്നു, പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അതിനെയും കൂടി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇത്രയും വർഷം മരുന്ന് കഴിച്ചിട്ട് അവനതൊരു ചേഞ്ച് ആവുന്നില്ലായിരുന്നു, കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ്റെ ചെവിയുടെ പുറകിലുണ്ടായിരുന്ന എക്സിമയുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. അവിടെ ഒരു അത്രയും വലിയ വ്രണവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അവൻ്റെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്നുമില്ല. അവൻ തന്നെ പൂർണ്ണമായി മറന്നുപോയി. അവൻ തന്നെ മുട്ടേന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കും മോനെ ശരിയാവും എന്ന്. അവൻ കുഞ്ഞാണ്, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷേ അവൻ തന്നെ ഇപ്പോൾ അത് മറന്നുപോയി. അത് പൂർണ്ണമായി അവന് സൗഖ്യം
കിട്ടി അതിൽ നിന്ന്. എൻ്റെ പേര് സാലി ജോസഫ്. ഞാൻ വയനാട് ജില്ല കോട്ടത്തറ എന്ന പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ ഞാൻ ഈ ആൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി 2022 ജനുവരി 24 ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ അതിൽ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചിറ്റപ്പൻ്റെ മകൻ വഴി പ്രശ്നമായിട്ട് 2-3 കൊല്ലമായിട്ട് സംസാരിക്കുകയൊന്നുമില്ലായിരുന്നു. അപ്പം അതിന് ഞാൻ ചെന്ന് ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ചെന്ന് രമ്യതയിൽ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് പിന്നെ അവനും വർത്താനം പറയാൻ തുടങ്ങി. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ രമ്യതയിൽ തന്നെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി വന്ന് എടുത്തു. ഇതിൽ ഉപ്പും തൈലവും ഉപ്പും തൈലവും ഒക്കെ കിട്ടി. ഞാൻ ആ ഉപ്പും തൈലവും ഉപയോഗിച്ച് എനിക്ക് ചെവിയിൽ ഫംഗസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ചെവിക്ക് ഭയങ്കര കടിമറ്റുമായിരുന്നു. അത് രണ്ടും കൂടെ ചാലിച്ച് വിശ്വാസ പ്രമാണം ജലി കുരിശടയാളം ഇട്ട് ഞാൻ എൻ്റെ ചെവിയിൽ തേച്ചു. അപ്പോൾ അത് പിറ്റേ ദിവസം തന്നെ പൂർണ്ണമായിട്ടും അത് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ അലർജി തുമ്മൽ, അത് ആദ്യം എനിക്ക് കണ്ണിന് കടിയും മൂക്ക് കടിയൊക്കെ ഇങ്ങനെ വരും. അതേ തുടർന്ന് അടുപ്പിച്ച് കുറേ തുമ്മൽ, തണുപ്പടിച്ച് കഴിഞ്ഞാൽ അന്നേരം എനിക്ക് തുമ്മൽ വരും. അങ്ങനെയായിരുന്നു. 3-4 വർഷമായിട്ട് അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈലവും ഉപ്പും ഉപയോഗിച്ച് പരട്ടിയതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി ഈ 2 രോഗങ്ങളും സുഖമായി കിട്ടി. പിന്നെ ഇതിൽ കാശുരൂപം പിടിച്ചെന്നെ പിന്നെ അതിർത്തിയിൽ കൂട്ടം കൂടിയിരുന്ന് മദ്യപാനികളിരുന്ന് മദ്യം കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കാശുരൂപ എടുത്തുകൊണ്ട് പോയി. എനിക്കതൊരു വല്ലാത്ത വിഷമായി തോന്നി. അപ്പോൾ കാശുരൂപ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരിക്കലും അവിടെ ഇരുന്ന് മദ്യപാനം നടത്തുകയോ അങ്ങനെയുള്ള കൂട്ടം കൂടി ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയത് വികസനത്തിൻ്റെ പരിപാടിയായിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ ആ കാര്യം എഴുതാൻ മറന്നുപോയായിരുന്നു. അന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയല്ലോടി അത് എഴുതി വയ്ക്കാൻ. കുറേ കൊല്ലമായി അത് പാലം അവിടെ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പാലം വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു, ഇനി ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയിൽ വയ്ക്കുമെന്ന് വിചാരിച്ചു. അന്ന് ആ തീരുമാനം എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ JCB വന്നു പാലത്തിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. ആ പണി പൂർത്തിയാവുകയും ചെയ്തു. ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പണി പൂർത്തിയായി. പിന്നെ എൻ്റെ കാലിന് ഉപ്പൂറ്റിയിൽ നീരുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ പഴയ ധ്യാനം കൂടിയപ്പം അച്ഛൻ പറഞ്ഞ് തടിപ്പോ നീരോ ഉള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് മുട്ട നിന്ന് കൈവച്ച് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നീരുള്ള സ്ഥലത്ത് പ്രാർത്ഥിച്ചു. അതും സുഖമായി. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു.